ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നും പണിസ്ഥലത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടല്ലേ വീഡിയോ ആയിട്ട് വരാറുള്ളത്. അപ്പോൾ ഇന്ന് സ്വന്തം വീട്ടിലെ വിശേഷങ്ങളായിട്ട് വരാമെന്ന് വിചാരിച്ച് ഇതാ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് നേരം വൈകിട്ടായിട്ട് എണീച്ചതൊക്കെ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഒന്ന് പണിക്കൊന്നും പോകണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം വൈകി എണീച്ചത് ചായക്ക് വെള്ളം വെച്ച് കുറച്ച് ചിക്കൻ്റെത് ഉണ്ടായിട്ടോ, അതൊന്ന് പൊരിച്ചു കൊടുത്തതാണ് മക്കൾക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി അനീഷേട്ടൻ വയനാട്ടിൽ നിന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ മക്കൾക്ക് കുറച്ച് മന്തി കൊണ്ടുവന്നു. അപ്പോൾ ആ മന്തീൻ്റെ ഇറച്ചി ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചതാണ്. മക്കൾ രാത്രി അങ്ങനെയൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവരത് ബാക്കിയാക്കി വെച്ചതുണ്ടായിനി. അപ്പം ഞാൻ അതൊന്ന് കുറച്ച് കഷ്ണമാക്കി ഇങ്ങനെ മാറ്റിയിട്ട് ചീനച്ചട്ടിയിലിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മയപ്പെടുത്തി കൊടുത്തതാട്ടോ. പിന്നെ ഞാൻ വേഗം ആ മന്തി റൈസൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് അവർക്ക്. അപ്പോൾ അത് ഞാൻ പുട്ടുംകുറ്റിയിൽ ഇട്ടിട്ടാട്ടെ ഇങ്ങനെ ചൂടാക്കി എടുക്കലൊക്കെ. ബിരിയാണി ആണെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ചായക്ക് വെള്ളം വെച്ചതൊക്കെ ഏകദേശം താളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ മത്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ ആ മത്തിക്കറി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അത് രാവിലെ ചായക്ക് വേറെ കടിയൊന്നും ഉണ്ടാക്കില്ല. അനീഷേട്ടൻ പറഞ്ഞ് വേറെ ചായക്കടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ കുറച്ച് പൊറോട്ട വാങ്ങിയിട്ട് വരാം നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അനീഷേട്ടൻ ചായക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഇതൊന്ന് ചൂടാക്കിയിട്ട് മക്കൾക്ക് ഓരോരുത്തർക്കും രണ്ടാൾക്കും ഓരോരോ പ്ലേറ്റിലേക്കുള്ളത് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കുള്ളതായപ്പം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആക്കി കൊടുത്ത്, അപ്പോൾ അടുത്തതായപ്പം അടുത്ത ആൾക്കുള്ളതും ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടോ. എന്നാൽ പിന്നെ രണ്ടുപേരും അടി കൂടണ്ടല്ലോ വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ രണ്ടാൾക്കും സെപ്പറേറ്റ് ആക്കി കൊടുക്കണത് തന്നെ. അല്ലെങ്കിൽ ഒരു രണ്ടാളും അടി ഉണ്ടാക്കും. ഞങ്ങൾക്ക് രണ്ടാൾക്കും വീതം വെച്ച് കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വേണ്ടല്ലോ, ഇങ്ങനെയാകുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ബാക്കി വന്നതാണ് ഞാനിപ്പോൾ ഈ റെഡിയാക്കി എടുക്കുന്നത്. ഇതിനിപ്പോൾ ആർക്കും വേണ്ടെങ്കിൽ എനിക്ക് തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അവർക്ക് രണ്ടാൾക്കുള്ളത് ഞാൻ മാറ്റി വെച്ച് കൊടുത്തണ്. അപ്പോൾ എന്തായാലും കറിയും ഇവിടെ നല്ലോണം തിളക്കിണ്ട്. അനീഷേട്ടൻ വന്നിട്ട് വേണം ഇനി ചായ കുടിക്കാനായിട്ട്. ചായയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ രണ്ടാൾക്കുള്ളത് ഞാൻ 2 പ്ലേറ്റിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ലാസ്റ്റത്തേൽ കുറച്ച് ചിക്കൻ്റെ പീസും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് നമ്മളെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരിവിടെ സ്ഥിരം കുറ്റിയാണേ. അപ്പോൾ ഇവിടെ ചായ കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളൂ. നമ്മളെ റോക്കിമോണ്ട് പൂച്ചക്കുട്ടികളെ കണ്ടിട്ട് നോക്കി നിൽക്കുന്നത്. നമ്മൾ പാപ്പുമോളുണ്ട് കൂട്ടിൽ. അപ്പോൾ അബി അപ്പോഴേക്കും പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഓൻ്റെ മന്തി റൈസും ചിക്കനൊക്കെ കൊണ്ടുവച്ച് തിന്നുന്നുണ്ട് കേട്ടോ. നല്ല പനിയാണ് ആൾക്ക്. അപ്പോൾ ഇന്ന് ലേശം മാറ്റമുണ്ട്. ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നതാണ്. അപ്പോൾ ഇന്ന് മുടി വെട്ടാനൊക്കെ ആയിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ആൾ ചായ കുടിക്കുക കേട്ടോ സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലായിന്. നല്ല സമയം എന്ന് വെച്ചാൽ 9 മണി 9:15 ആയിന്. അതുകൊണ്ട് തന്നെ നല്ല വെയിലും ആയിട്ടോ. ഇനി കുറേ പണികളുണ്ട്. ഇന്ന് കുറച്ച് ഡ്രസ്സൊക്കെ തിരുമ്പാനുണ്ട്. അനീഷേട്ടൻ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ ഞങ്ങളിവിടെ ഉപയോഗിച്ചതും ആയതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും അനീഷേട്ടൻ പോയി വന്ന് പഴംപൊരിയും പൊറോട്ടയൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പഴംപൊരി വേണ്ടൊരു പഴംപൊരി തിന്നോളി, അല്ലാത്തവർക്ക് പൊറോട്ട തിന്നാന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയൊക്കെ ഇരുന്നിട്ടോ. ഞാൻ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല, എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. അപ്പോൾ അമ്മ അനീഷേട്ടനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു എനിക്കിപ്പം പൊറോട്ട വേണ്ട, ഞാൻ പഴംപൊരി തിന്നോളാം പറഞ്ഞിട്ട് അനീഷേട്ടൻ പഴംപൊരി തിന്നുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കണുണ്ടപ്പം ടാറ്റയൊക്കെ തരികയാണ്. അപ്പോൾ അബി പറഞ്ഞമ്മ നായക്കുട്ടികൾക്കൊന്ന് പൊറോട്ട മുറിച്ചിട്ട് തരുമോ ചോദിച്ചപ്പം ഓൽക്ക് രണ്ടാൾക്കും ഓരോരോ പൊറോട്ട മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിന്. അപ്പം ഇനി നന്ദുമോളും കുറച്ച് ഓള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇതാ കൊലായിലേക്ക് പോയിന്. അപ്പോൾ എനിക്ക് മന്തി റൈസ് വേണ്ട അമ്മേ, ഞാൻ ഒരു പൊറോട്ടയും ചിക്കനും പിന്നെ ഒരു പഴംപൊരിയൊക്കെ തിന്നോളാന്നൊക്കെ പറഞ്ഞ് ഓളും അതൊക്കെ തിന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിക്കണമല്ലോ, അതിനൊക്കെയുള്ള ഒരു വേഗ തിരക്കിലാണ്. എന്നാലും എനിക്കും ചായയൊക്കെ കുടിക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഇതാ ചായ കുടിയൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിന് കേട്ടോ. പിന്നെ ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിന്. പിന്നെ ചായ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ ആ ചൂട് അടുപ്പത്ത് തന്നെ കൊണ്ടുപോയി വെക്കണതാണ് കേട്ടോ. എപ്പോഴെങ്കിലും ചൂടുള്ള ചായ കുടിക്കണമെന്ന് തോന്നിയാൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തിന് തിളയ്ക്കലൊക്കെ തുടങ്ങിയെന്ന് കേട്ടോ. അപ്പോൾ വേഗം പണി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. നേരം വൈകിട്ടാണ് എണീച്ചതൊക്കെ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി പുട്ടും തൂക്കി ഞാൻ ഗ്യാസുമ്മലൊന്ന് വെച്ച് പിന്നെ ബാക്കി കുറച്ച് പാത്രങ്ങളും കൂടി കഴുകാണ്ട് ഇനി അത് നന്ദുമോളോട് കഴുകാൻ വേണ്ടി പറഞ്ഞ് ഓള് കഴുകി തരികയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ എന്താ അറിയില്ല, ഇന്ന് ട്യൂഷനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആൾ വീട്ടിലുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഓളെടുത്ത് സഹായിച്ച് തരും കേട്ടോ. അപ്പം
ഈ പാത്രം കഴുകി കഴിഞ്ഞിട്ട് അമ്മ ഇനി വേറെ ഒരു കാര്യം പറയല്ല കേട്ടോ അമ്മ, ഞാൻ രാവിലെ കുറച്ചൊക്കെ തിരുമ്പി തന്നതല്ലേ പറയാം കേട്ടോ. തിരുമ്പി തന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഇന്ന് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ മിഷ്യനിൽ ഇട്ടിട്ട് ആൾ രാവിലെ തന്നെ എല്ലാം തിരുമ്പി വെയിലത്തൊക്കെ ഇട്ടതാണ്. രാവിലെ നല്ല വെയിലുണ്ടായല്ലോ, അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ഇതൊക്കെ വേഗം തിരുമ്പി തരാമെന്ന് പറഞ്ഞിട്ട് ആളതൊക്കെ സെറ്റാക്കിയതൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ പണിയൊന്നും പറഞ്ഞില്ല കേട്ടോ, എല്ലാ പണികളും അത്യാവശ്യമൊക്കെ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വെന്തപ്പോൾ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഊറ്റിയെടുക്കലാണല്ലോ. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യലെന്നുള്ളത്. പിന്നെ പണിക്ക് പോണ വീട്ടിൽ മാത്രമാണ് അങ്ങനെ ചോറ് വാർക്കാനായിട്ടൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പം ചോറൊക്കെ ഊറ്റി കഴിയാനായിട്ട് നമുക്ക് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടിയുള്ള ചോറാണ് കേട്ടോ വെക്കുന്നത്. ഇനിയിപ്പം വൈകുന്നേരം വേറെ ഒന്നും വെക്കണ്ടല്ലോ, എന്തായാലും നേരം വൈകിയില്ലേ ചോറ് വെക്കുമ്പോൾ. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 നേരത്തേക്കും കൂടി ഉള്ളത് റെഡി ആയിന്. ഇനി ഈ പാത്രങ്ങളും കൂടി കഴുകി വെച്ചാൽ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞ് ഇനി കറി വെക്കാണ്ട് ചെമ്മീൻ സൂതമീനും ഒക്കെ കൊണ്ടുവന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാനൊക്കെ ഉണ്ട്. സൂതമീൻ മുറിക്കൊന്നും വേണ്ട, കഷ്ണാക്കിയതാണ് കൊണ്ടുവന്നത്. പിന്നെ ചെമ്മീൻ അമ്മ ഒന്ന് പൊളിച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മ പീടികയിൽ പോയതാണ് തക്കാളിയൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ തക്കാളിയൊക്കെ വാങ്ങാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് തക്കാളിയൊക്കെ പോയി വാങ്ങി വന്നതിന് ശേഷം ചെമ്മിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ, ഉള്ളിലെ കുറച്ച് പണിയൊക്കെ കഴിച്ചപ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു കുഞ്ഞു വീഡിയോ എടുത്തതാട്ടോ. പൂച്ചക്കുട്ടികളെ കമൻ്റ് എടുത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിയിട്ടോ. ഈ സൂതമീനൊന്ന് കറി ഉണ്ടാക്കി എടുക്കണം, അതിന് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ എടുത്ത് വെച്ചിന് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ബാക്കി എല്ലാ പണിയും കുളീൻ്റെ മുന്നേ തന്നെ ചെയ്ത് വെച്ച് ഇത് കുളി കഴിയട്ടെ എന്നിട്ട് കറി ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കണലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഗ്യാസുമ്മൽ വെക്കില്ല, ചീനച്ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസൊക്കെ നിറച്ചിന് കേട്ടോ. നമ്മളൊരു സബ്സ്ക്രൈബറെ ഒരു സഹായം കൊണ്ട് ഗ്യാസൊക്കെ നിറച്ച്, പേരൊന്നും ഞാൻ പറയണില്ല കേട്ടോ, അവർക്ക് അതിനിയൊരു ആവണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ആ നല്ല മനസ്സുള്ള മനുഷ്യന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു മനസ്സ് വെച്ചതുകൊണ്ട് നമുക്ക് ഗ്യാസൊക്കെ നിറയ്ക്കാൻ പറ്റി, അതിലൊരുപാട് സന്തോഷമുണ്ട്. മക്കൾ രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു സമയമായതുകൊണ്ട് അതിന് പാചകമൊന്നും നേരത്തെ കഴിയണില്ല. എത്ര നേരത്തെ എണീച്ചാലും അടുപ്പ് കത്തിപ്പിടിക്കാൻ കുറച്ച് സമയം പിടിക്കുമല്ലോ, അതുകൊണ്ട് അതൊന്നും റെഡി ആവലില്ല. എന്നാലും റെഡി ആകലുണ്ട്. ചില സമയത്തൊക്കെ ചായക്കടിയായിട്ട് പോവലൊക്കെയാണ് കേട്ടോ, കാരണം ഗ്യാസ് തീർന്നിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടേനി. അപ്പോൾ എന്തായാലും നല്ലൊരു മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഗ്യാസൊക്കെ നിറച്ചിട്ടോ. അതിനുള്ള എല്ലാ സഹായമൊക്കെ എനിക്ക് ചെയ്തു തന്നുകൊണ്ട് അതിലൊരുപാട് നന്ദി ദൈവത്തിനോടും. ആ നല്ല മനുഷ്യന് ഇനി ആരോഗ്യ ആയുസ്സും ഉണ്ടാവട്ടെ, ആ കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ പിന്നെ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ച്, പിന്നെ അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ടോ. പിന്നെ പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പിട്ടുകൊണ്ട് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അത് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ് വീഡിയോ ചെയ്യണത് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണ് കറി ഉണ്ടാക്കലും, വേറെ വെറൈറ്റി ആയിട്ടൊന്നും അല്ലല്ലോ, നിങ്ങളെപ്പോഴും കാണുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് അധികം വെറൈറ്റികളൊന്നും ചെയ്യാനായിട്ടില്ല. നമ്മളെ വീട്ടിലെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണല്ലോ എന്നും വരാറുള്ളത്, അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മളെ സ്വന്തം വീട്ടിലെ വ്ളോഗാണ്, അല്ലെങ്കിൽ പണിക്ക് പോകുന്ന വീട്ടിലെ വ്ളോഗായിട്ടാണ് ഞാൻ വരൽ. എന്തായാലും നമ്മളെ വീഡിയോസ് കണ്ട് കൂടെ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല മനസ്സുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കറിയൊക്കെ ഒന്ന് കലക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ചെമ്മി ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞിന് കേട്ടോ, അതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിന്. അപ്പോൾ ഇത് പുളി ഒഴിച്ച വെള്ളമൊക്കെ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ച് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ നല്ല തിള വരുന്നുണ്ട് കേട്ടോ. അടുപ്പത്ത് കത്തിച്ച് കഴിഞ്ഞ് പിടിച്ച് കിട്ടിയാൽ പിന്നെ സൂപ്പറായിട്ട് കത്തും. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ലോണം തിളച്ച കറിയിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടണമല്ലോ ഈ മീൻ. അത്യാവശ്യം വേവൊക്കെയുള്ളൊരു മീനാണ്, സൂതമീനാണ് കിട്ടിയത്. ചൂര എന്നൊക്കെ പറയുമല്ലോ, അപ്പോൾ അതൊന്നാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാനത് തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നായക്കുട്ടികൾക്കും നല്ല ഇഷ്ടമാണ് ഈ മീൻ. അബിക്കും നന്ദുവിനും അനീഷേട്ടനും നല്ല ഇഷ്ടം, എനിക്കും നല്ല ഇഷ്ടം കേട്ടോ. അമ്മ മാത്രം കൂട്ടില്ല, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ചെമ്മീൻ വാങ്ങിയിട്ട് ഫ്രൈ ആക്കിയത്.
അമ്മയ്ക്ക് ഇങ്ങനത്തെ വലിയ മീൻ വലിയ ഇഷ്ടമല്ല. എനിക്കും വലിയ മീനുകളെല്ലാം ഒന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു മീൻ മാത്രമേ വലിയ മീനുകളിൽ ഇഷ്ടമുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കറി വെക്കാനൊക്കെ നിൽക്കണത്. അല്ലെങ്കിൽ എനിക്ക് വലിയ മീനൊക്കെ അറപ്പാണ് കേട്ടോ. സത്യം പറയാച്ചാൽ ഞാൻ കൂട്ടൂല. പിന്നെ ഞങ്ങളങ്ങനെ വാങ്ങലും ഇല്ല കേട്ടോ. ഞാൻ കൂട്ടാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങലൊന്നും ഇല്ല. അപ്പോൾ ഇത് കൂട്ടണോണ്ട് വാങ്ങിയത്, അമ്മയ്ക്ക് ചെമ്മീൻ വാങ്ങിയത്. അപ്പോൾ ഇതാ ഇവർക്ക് ഇവിടെ നല്ല വിശപ്പൊക്കെ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. പാവങ്ങൾ പാലൊക്കെ കുടിക്കാട്ടോ. മക്കളും അമ്മയും മക്കളൊക്കെ ആയിട്ട് അവിടെ എപ്പോഴും ഇവിടെ ആട്ടോ ഇവരെ ഈ സ്ഥിരം സ്ഥലം. എത്ര അടിച്ചു കയറിയിട്ടാലും ഇവരിവിടെ ആകെ വൃത്തികേടാക്കിയിടും കേട്ടോ. പിന്നെ പാവങ്ങൾ അങ്ങനെ ഓടിക്കാനൊന്നും നിൽക്കലില്ല. കിടക്കണവരവിടെ കിടക്കട്ടെ വിചാരിക്കും കേട്ടോ. മിണ്ടാപ്രാണികളല്ലേ. എന്തായാലും ചോറിനൊക്കെ ഉള്ള കാത്തിരിപ്പാണ്. ഞങ്ങൾ കറിയൊക്കെ ആയി കഴിഞ്ഞ് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഓർക്കും ഒരു വിധം ഓരി ഉണ്ട് കേട്ടോ. അത് കുഴച്ചിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഓരും അതൊക്കെ തിന്ന് നല്ല സന്തോഷമായിട്ട് പോകും. അതുകൊണ്ടാണോ എന്താ അറിയില്ല, മിണ്ടാപ്രാണികൾക്ക് അന്നം കൊടുക്കണോണ്ടായിരിക്കും ദൈവം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട് കേട്ടോ. സത്യം പറയുക വെച്ചാൽ അങ്ങനെ സംഭവങ്ങളൊക്കെ ആവട്ടെ, ഓർക്കും കൊടുക്കണം ചോറൊക്കെ. അങ്ങനെ ഞാൻ റോക്കിമോൻ്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങി വന്നതാട്ടോ. പൂച്ചക്കുട്ടികളെ കണ്ടാൽ ഭയങ്കര കുരയാണ്, കുര നിർത്തേ ഇല്ല. അപ്പോൾ ഈ പൂച്ചക്കുട്ടികളാണെങ്കിലോ അടുക്കള വാതിലിൻ്റെ അടുത്തൊന്നും പോവുകയേ ഇല്ല കേട്ടോ. അവർക്കറിയാം അവിടെ ഇരുന്നാൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഓരങ്ങനെ പോവില്ല. ഇവനാണെങ്കിൽ അവരെ നിൽക്കാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ആകെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് കേട്ടോ ആൾ കൂട്ടിൽ. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ അടുത്തേക്കൊന്ന് വന്ന് കൂടൊന്ന് തുറന്നു നോക്കാൻ വിചാരിച്ചതാട്ടോ. ചിലപ്പോൾ ഓടിക്കാളും. അതാണ് ഇവൻ്റെ കൂട് തുറക്കാനൊക്കെ ഒരു പേടി. ഇവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് അനുസരണയിൽ നിൽക്കുള്ളൂ. നമ്മളോട് അനുസരണ ഇല്ല എന്നല്ല, എന്നാലും ഒരു പേടി. ഇവൻ ഓടിയാൽ പിന്നെ ഇവൻ്റെ വയത്താൽ ഓടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവൻ്റെ സംഭവം എന്താ, പൂച്ചക്കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് കണ്ടിട്ട് ആൾക്ക് കൂട്ടുന്ന ഇറങ്ങണം എന്നുണ്ട്. ഈ പൂച്ചക്കുട്ടികളാണെങ്കിലോ നമ്മൾ എവിടെ നിൽക്കണോ അവിടേക്ക് ഓടി വരും. അവർക്ക് ഭയങ്കര സ്നേഹമാണ്. വീട്ടിൽ വളർത്തുന്നതൊന്നുമല്ല സത്യത്തിൽ, വന്ന് കൂടിയതാട്ടോ. ഇവരൊക്കെ എല്ലാ വീടുകളിലും പോവുമെങ്കിലും ഇവിടെയാണ് തോനെ നേരം നിൽക്കുക. ഇവിടെ ഏത് സമയത്തും ഫുൾ ടൈം ഇവർ ഇവിടെ തന്നെയാട്ടോ. അങ്ങനെ ഓരോ സന്തോഷങ്ങളൊക്കെ നോക്കി കണ്ട് ഞാൻ വേഗം അടുക്കളയിലേക്ക് തന്നെ കയറി. കാരണം നമ്മളെ കറി അവിടെ ഉഷാറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടി പിടിക്കാതെ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഞാൻ വേഗം കയറി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് പച്ച കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. കറി ഏകദേശം ആവാനായതിന് സമയം 1 മണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിന്. ഞായറാഴ്ച ദിവസം മാത്രമല്ലേ വീട്ടിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച അത്യാവശ്യം പണികളൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ. എന്നും വീട്ടിലെ പണികളൊക്കെ ചെയ്യണ തന്നെയാണ്. എന്നാലും ഞായറാഴ്ച ദിവസം നമുക്ക് ഒരു എക്സ്ട്രാ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയി കുറച്ച് നേരം വൈകി. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എണീക്കാനും നേരം വൈകിയല്ലോ. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് അധികം നേരം ഒന്ന് കിടന്നുറങ്ങിയെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ നമ്മളെ തീയൊക്കെ ഉഷാറായിട്ട് കത്തുണ്ടെങ്കിൽ വേഗം ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കേണ്ട. അതിൽ പപ്പടം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അബിക്ക് പപ്പടം ആണെങ്കിൽ ചോറ് തിന്നാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് പപ്പടം അമ്മ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതുണ്ട്. 2 ദിവസമായി പപ്പടം അവിടെ ഉണ്ടായിട്ട് ഞാൻ കാച്ചി കൊടുത്തിട്ടില്ല. എന്താ വെച്ചാൽ പിന്നെ കാച്ചാൻ അങ്ങനെ വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് അത് കാച്ചി കൊടുക്കണം. ഇന്ന് മീൻകറീൻ്റെ കൂടെ പപ്പടം കൂട്ടി തിന്നവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഓന് എന്തില്ലെങ്കിലും പപ്പടം മാത്രം കിട്ടിയാലും ഓൻ ചോറ് തിന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ പപ്പടം കാച്ചി എടുക്കാൻ വിചാരിച്ചിട്ട് നല്ല ചൂടുള്ള അടുപ്പത്ത് തന്നെ ചീനച്ചട്ടി വെച്ചതാണ്. അപ്പോൾ പപ്പടം ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് കാച്ചി എടുക്കണേ ഉള്ളൂ. ബാക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ പിന്നെ എടുത്തിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞാൻ പപ്പടമൊക്കെ ഒന്ന് കാച്ചിയെടുക്കട്ടെ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം അടുക്കളപ്പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ തന്നെയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഓരോ ടൈം എടുത്തിട്ടും കൂടുതലായിട്ട് അവിടെ കഴുകാനൊന്നും വെക്കില്ല. ആവണ പാത്രം അങ്ങോട്ട് കഴുകിയെടുക്കും. അതുകൊണ്ട് വലിയ പാത്രം അങ്ങനെ കഴുകാനായിട്ടൊന്നും ഉണ്ടാവലില്ല കേട്ടോ. അപ്പം വേഗം ഒരു ഓട്ടപാത്രത്തിലേക്കാണ് നമ്മൾ പപ്പടം കാച്ചി ഇട്ട് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിലൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പപ്പടമൊക്കെ കാച്ചി എടുക്കൽ. ഞാൻ പപ്പടക്കോലൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ കത്തി കൊണ്ടാണ് കേട്ടോ പപ്പടമൊക്കെ കാച്ചിയെടുക്കുക. എനിക്കിതിൻ്റെ അറ്റം കൊണ്ട് ഇങ്ങനെ പപ്പടം കാച്ചിയെടുക്കുമ്പോൾ എനിക്കൊരു സുഖമുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം മുതലേ ഇങ്ങനെയാണ് ചെയ്യുക. ഇത് എനിക്കൊരു ശീലമായി പോയതാട്ടോ. അപ്പോൾ ആരും ഇതെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട. ഇതെനിക്കൊരു ശീലമായി മാറിയതാട്ടോ സത്യത്തിൽ. അപ്പോൾ അങ്ങനെ പപ്പടമൊക്കെ കാച്ചിക്കൊണ്ടിരിക്കെ അബി മുടിയൊക്കെ വെട്ടി പോയി വന്ന് ഇനി ഓന് ചോറ് കൊടുക്കാണ്ട് പനിയാണല്ലോ ആൾക്ക്. പാരസെറ്റമോളൊക്കെ ഒന്ന് കുടിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഈ പപ്പടം ആയാലേ ആൾക്ക് ചോറ് തിന്നുള്ളൂ. ചോറ് വേണമെങ്കിൽ ചോറ് കൊടുക്കുക, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പപ്പടം കാച്ചുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആൾക്ക്. അതാണ് ഇതുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ചോറ് തിന്നാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ഇൻട്രസ്റ്റിന് കുറവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം പപ്പടമൊക്കെ കാച്ചി എടുത്തിട്ടോ. ആവശ്യത്തിന് മതിയല്ലോ. ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക്, രാത്രിക്ക് വേണമെങ്കിൽ രാത്രി കാച്ചാ വിചാരിച്ചിട്ടാണ്.
എടുത്തു വെച്ചതൊക്കെ. അങ്ങനെ നമ്മൾ പണികൾ കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളം അത് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിന് കേട്ടോ. അങ്ങനെ ഈ അടുക്കളയിൽ ഇന്നത്തെ കുഞ്ഞു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനി ചോറ് കൊടുക്കണം എല്ലാവർക്കും. അനീഷേട്ടൻ കുറച്ച് നേരമായിട്ട് ചോറായോ ചോദിക്കൽ തുടങ്ങിയിട്ട് അനീഷേട്ടനൊന്ന് കിടന്നുറങ്ങണം, എനിക്ക് ചോറ് ഉണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അനീഷേട്ടന് ചോറ് കൊടുത്ത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കറി പ്ലേറ്റിൽ ഒഴിച്ചിട്ട് എനിക്ക് രാവിലത്തെ പൊറോട്ട തിന്നാണ്ട്. ഞാൻ രാവിലെ പൊറോട്ട തിന്നില്ല. അപ്പോൾ എനിക്ക് ആ പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ കറി പാത്രത്തിൽ ഒഴിച്ച് കൊണ്ടുപോയി വെച്ചതുണ്ട്. പിന്നെ അമ്മ അതാ ചെമ്മീൻ ഫ്രൈ കൂട്ടി ചോറ് തിന്നുന്നുണ്ട്. അനീഷേട്ടൻ അവിടെ ഇരുന്ന് ചോറ് തിന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനും കൂടി തിന്നാൽ നമ്മളെ ഇന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.